സംസ്ഥാന സർക്കാരും പബ്ലിക് സർവീസ് കമ്മീഷനും നേർക്കുനേർ പോരിലേക്ക്. LDF സർക്കാരിൻ്റെ കാലത്ത് വിവിധ തസ്തികകളിലേക്ക് നടന്ന പരീക്ഷകളും അഭിമുഖങ്ങളും സംശയനിഴലിലാണ്. ആസൂത്രണ ബോർഡിലെ തസ്തികകൾ, പബ്ലിക് റിലേഷൻസ് വകുപ്പിലെ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ നിയമനങ്ങൾ, ഫിഷറീസ് വകുപ്പിലെ എക്സ്റ്റൻഷൻ ഓഫീസർ, അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ഓരോ ദിവസവും PSCക്കെതിരെ പുതിയ പരാതികളാണ് ഉയരുന്നത്. വിവാദ നിയമനങ്ങളിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച PSC ചെയർമാൻ്റെ നിലപാടിനോട് സർക്കാരിന് അതൃപ്തിയുണ്ട്. അതിനേക്കാൾ ശക്തമായ അന്വേഷണം നടത്തണമായിരുന്നു എന്നതാണ് സർക്കാർ വാദം. എന്നാൽ PSC ചെയർമാൻ അടക്കം 16 LDF നോമിനികൾക്കെതിരെ ഇക്കാര്യത്തിൽ നടപടികളിലേക്ക് കടക്കുന്നതിന് സർക്കാരിന് ഏറെ പരിമിതികളുമുണ്ട്. ഉത്തരങ്ങൾ നോക്കാതെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതിലടക്കം PSC നൽകുന്ന പല വിശദീകരണങ്ങളും തൃപ്തികരമല്ലെന്ന് മാത്രമല്ല ഏറെ ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നതുമാണ്. PSCയിൽ തന്നെ നടന്ന പിൻവാതിൽ നിയമനങ്ങളുടെ പുതിയ തെളിവുകൾ ചെയർമാനെ അടക്കം കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുമുണ്ട്. PSCയിൽ 10 ഓഫീസ് അറ്റൻഡർ ഒഴിവുകളിൽ പിൻവാതിലൂടെ താൽക്കാലിക പോസ്റ്റിംഗ് ആണ് എങ്കിൽ കൂടിയും ഇതിൽ പിൻവാതിലൂടെ നിയമനം ലഭിച്ചവർ PSC ചെയർമാൻ്റെ ഡ്രൈവറുടെ ഭാര്യയുണ്ട്. ഒപ്പം പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അളിയനും PSCയിൽ പിൻവാതിലൂടെ താൽക്കാലിക ജോലി ലഭിച്ചു എന്നാണ് ആക്ഷേപം. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ആശ്രയിക്കുന്ന ഭരണസ്ഥാപനത്തിൻ്റെ സുതാര്യത അടിമുടി സംശയത്തിൻ്റെ നിഴലിലായതോടെ സർക്കാരിൻ്റെ തുടർ നീക്കങ്ങൾ എന്താകുമെന്ന ആകാംക്ഷയാണ് ഉയരുന്നത്. നാളെ നിർണായകമായ PSC യോഗം ചേരുകയാണ്. ഒപ്പം തന്നെ സർക്കാരും ഇക്കാര്യത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. PSC എന്ന സ്ഥാപനത്തെ വിശ്വസിച്ച് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അവർക്ക് മുന്നിലേക്കാണ് സംശയനിഴലുർത്തുന്ന നിരവധി കാര്യങ്ങൾ വരുന്നത്. എന്താണ് ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ നീക്കം? നേരത്തെ സൂചിപ്പിച്ച പോലെ പല പരിമിതികളുമുണ്ടല്ലോ, പക്ഷേ ആ പരിമിതിയിൽ നിന്ന് സർക്കാർ എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? കഴിഞ്ഞ ആഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ മന്ത്രിസഭാ യോഗത്തിന് വേണ്ടി വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട് കടുത്ത നടപടി ഉണ്ടാകും, അതിലൊരു സംശയം വേണ്ട, ഇങ്ങനെ വിടാൻ കഴിയില്ല നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ മന്ത്രി ജനീഷ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി. ഏതായാലും അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങളുണ്ടാകും. ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണവും അല്ലെങ്കിൽ ക്രമക്കേട് നടന്നതായി തെളിഞ്ഞതും ആസൂത്രണ ബോർഡിലെ ചീഫ് നിയമനത്തിലാണ്. ഇതിൽ 51 മാർക്കോളം, ഏതാണ്ട് 10 ചോദ്യത്തോളം വാല്യൂ ചെയ്യാതെ വിട്ടു എന്നുള്ളതാണ് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇതിന്മേലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ PSC യോഗത്തിന് ശേഷം PSC പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില നടപടികൾ 29 ചേർന്ന യോഗത്തിന്റെ തീരുമാനമാണ്. പ്ലാനിംഗ് ബോർഡിലെ ചീഫ് നിയമനവുമായി ബന്ധപ്പെട്ട് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥി കോടതി ട്രിബ്യൂണലിൽ പോവുകയും പിന്നീട് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. അതിൽ ചില നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും മൂല്യനിർണ്ണയം നടത്താത്ത ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്താൻ തുടർ മൂല്യനിർണ്ണയത്തിന് തീരുമാനമുണ്ടായി. അതിനപ്പുറത്തേക്ക് പ്ലാനിംഗ് ബോർഡ് ചീഫിന്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട നടപടികൾ വീണ്ടും പരിശോധിക്കുന്നു. അതിൽ അതീവ ഗൌരവത്തോടെ വിഷയം കാണുന്നു. ഇതിന് സമഗ്രമായ അന്വേഷണം നടത്താൻ PSCയുടെ ആഭ്യന്തര വിജിലൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തി. സാങ്കേതികമായും നടപടിക്രമം പാലിച്ചുമുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കും. അതായത് PSCയുടെ ആഭ്യന്തര വിജിലൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തി എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ PSC വ്യക്തമാക്കിയത്. സ്വാഭാവികമായും അങ്ങനെ വന്നപ്പോൾ അത് PSCയിൽ ഒരു വിജിലൻസ് SP പോലീസിലുള്ള SP അവിടെ വിജിലൻസ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ അന്വേഷണമാകുമെന്നാണ് പൊതുവിൽ വിചാരിക്കപ്പെട്ടത്. ചെയർമാൻ അംഗങ്ങളോട് പറഞ്ഞതും അങ്ങനെയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ ഇപ്പോൾ PSC പറയുന്ന ന്യായം, PSCയുടെ ആഭ്യന്തര വിജിലൻസ് വിഭാഗം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ പരീക്ഷാ കൺട്രോളറാണ്. അത് PSCയുടെ നിബന്ധന തന്നെ വ്യക്തമാക്കുകയാണ്. PSCയുടെ ആഭ്യന്തര വിജിലൻസ് ഓഫീസർ ആ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം തന്നെയാണ് അന്വേഷിക്കുന്നത്. മറ്റേ മാധ്യമങ്ങളുടെ വ്യാഖ്യാനമായിരുന്നു SP അന്വേഷിക്കുമെന്നുള്ളത്. അതുകൊണ്ട് അതിൽ വിവാദത്തിന് കാര്യമില്ല. ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. അതിനുശേഷം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, നേരത്തെ ഈ PSC തന്നെ MK സക്കീർ ചെയർമാനായിരിക്കെയാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്തുമായി ബന്ധപ്പെട്ട വിവാദവും അതിൽ ഉൾപ്പെട്ട പ്രതികൾ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ച വാർത്തയുമൊക്കെ പുറത്തു വന്നത്. അന്നും ഇതുപോലെ PSCയുടെ ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് അന്വേഷിച്ചത് SP റാങ്കിലുള്ള PSCയുടെ ഉദ്യോഗസ്ഥരാണ്. അത് എന്തുകൊണ്ട് ഇന്നുണ്ടായില്ല എന്ന ചോദ്യമാണ് ഉയർന്നത്. ചെയർമാൻ എന്തെങ്കിലും മറയ്ക്കാനുണ്ടെന്ന ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത്. അതാണ് വിവാദത്തിന് വീണ്ടും വഴിവെച്ചിട്ടുള്ളത്. ഏതായാലും സർക്കാരിന് ഇത് പോലീസിന്റെ അന്വേഷണത്തിലേക്ക് പോകണമെന്ന താല്പര്യമുണ്ട്. കാരണം വളരെ സെൻസിറ്റീവ് വിഷയമാണ് PSC സംസ്ഥാന
സംസ്ഥാനത്ത് നിരവധി ഉദ്യോഗാർത്ഥികൾ, ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളും കുടുംബങ്ങളും ഒക്കെ പ്രതീക്ഷയോടെ കാണുന്ന ഭരണഘടനാ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു നടപടിയിലേക്ക് സർക്കാർ പോകില്ല. പകരം ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഓഫീസ് നേരത്തെ നിയമോപദേശം തേടിയിട്ടുണ്ട്. എങ്ങനെ PSCയുടെ കാര്യങ്ങളിൽ ഇടപെടാം, മുഖ്യമന്ത്രി ഓഫീസിനെ എങ്ങനെ ഇടപെടാം എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഓഫീസ് നിയമോപദേശം തേടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പും ആഭ്യന്തര വകുപ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട്, പുറത്തുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട്, കാരണം PSCക്കുള്ളിൽ നടന്ന വിഷയമാണ്, അത് അവിടെ അന്വേഷിച്ചാൽ അതിന്റെ യാഥാർത്ഥ്യം പുറത്തുവരാൻ കഴിയില്ല. അതുകൊണ്ട് പോലീസ് അന്വേഷണം വേണം എന്ന ഒരു ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം വേണമെന്ന ആവശ്യം ആഭ്യന്തര വകുപ്പിനുമുണ്ട്. അവരും നിയമോപദേശം തേടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലകം നടപടികൾ നാളെ PSC യോഗം ചേരുന്നുണ്ട്. ചെയർമാൻ നിലപാടിനൊപ്പം നിൽക്കാനാണ് അംഗങ്ങൾ തീരുമാനിക്കുന്നത്. സ്വാഭാവികമായും ഇടതുമുന്നണി നിയമിച്ച അംഗങ്ങളാണ് 15 പേരും ചെയർമാനും. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയമായി ഒരു എതിർപ്പ് അതിനകത്ത് ഉണ്ടാക്കാനുള്ള ശേഷി ഇപ്പോൾ കോൺഗ്രസിന് ഇല്ല. മാത്രമല്ല ഈ തീരുമാനം ഏകകണ്ഠമായി PSC നാളെ എടുത്താൽ പിന്നീട് നിയമോപദേശ അടിസ്ഥാനത്തിൽ മാത്രമേ അത്തരം നടപടി കടക്കാൻ കഴിയൂ. 5 ഒഴിവ് PSCയിലുണ്ട്. അത് കഴിഞ്ഞ സർക്കാർ കാലത്ത് ഉണ്ടായ ഒഴിവാണ്. ഗവർണർ ഇടപെടൽ കൊണ്ടും LDF തർക്കങ്ങൾ കൊണ്ടും ഒക്കെ നികത്താൻ കഴിയാതെ പോയ ഒഴിവാണ്. അതിലൊരു പക്ഷേ വൈകാതെ കോൺഗ്രസ് തങ്ങളുടെ അംഗങ്ങളെ നിയമിച്ചേക്കാം. എങ്കിലും അപ്പോഴും ഒരു രാഷ്ട്രീയ ശക്തി അവിടെ LDFന് കൂടുതലാണ്. അതിലെങ്ങനെ ഇടപെടാൻ ആകും? ചെയർമാനെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ അത്ര എളുപ്പമല്ല സംസ്ഥാനത്തിന്റെ ഈ PSCയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പ്രകാരം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കില്ല. പക്ഷേ ഇതിലെങ്ങനെ അന്വേഷണം നടത്താനാകും, എങ്ങനെ ഇടപെടൽ നടത്താനാകും എന്ന കാര്യത്തിൽ വളരെ ശക്തമായ ആലോചന, വളരെ ഗൌരവമുള്ള ആലോചന സർക്കാർ തലത്തിൽ മുഖ്യമന്ത്രി ഓഫീസ് തന്നെ കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്നുണ്ട്. അടുത്ത ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. നാളെ PSC യോഗം ചേരുന്നുണ്ട്. അതിലും ഇക്കാര്യം ചർച്ചയ്ക്ക് വരും. മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നൊരു അനൌദ്യോഗിക വിശദീകരണമാണ് PSC ഇക്കാര്യത്തിൽ നൽകുന്നത്. ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമെന്ന് മാത്രമാണ് പറഞ്ഞത്. ആ അന്വേഷണം പുരോഗമിക്കുന്നു. ഈ ആസൂത്രണ ബോർഡിലെ ചീഫ് നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായത് ഒരു ക്രമക്കേടോ അല്ലെങ്കിൽ ആസൂത്രിത ഗൂഢാലോചനയോ അല്ല, ഒരു ക്ലറിക്കൽ പിഴവാണ് അവിടെ ഉണ്ടായത്. ഈ കാര്യം കൈകാര്യം ചെയ്ത ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുണ്ടായ ഒരു പിഴവ് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അവിടെ യാതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയും നടന്നിട്ടില്ലെന്ന വാദമാണ് PSC ഇപ്പോൾ അനൌദ്യോഗികമായി മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഔദ്യോഗികമായി ഇതിൽ പ്രതികരിക്കാൻ PSC നേതൃത്വം തയ്യാറായിട്ടില്ല. സാധാരണ നേരത്തെയൊക്കെ ചെയർമാൻമാർ വിവാദം ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങളെ കാണുന്ന ഒരു പതിവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ചെയർമാൻ മാധ്യമങ്ങളെ കാണുന്ന ഒരാളല്ല. വാർത്താക്കുറിപ്പിലൂടെ കാര്യങ്ങൾ വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുകയും മറ്റുള്ള PRO വഴിയുള്ള വിവരങ്ങൾ മാത്രം പങ്കിട്ടാൽ മതിയെന്ന ഒരു നിലപാടുള്ള ചെയർമാനാണ്. ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലവൻ എന്ന നിലയിൽ ആ തരത്തിലാണ് അദ്ദേഹം ഇടപെടുന്നത്. ഇതിൽ നാളത്തെ യോഗത്തിൽ ഈ വിവാദം ചർച്ചയ്ക്ക് വരും. ഏതായാലും ഒരു വലിയ ക്രമക്കേട് നടക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. PSC തന്നെ അത് ശരിവയ്ക്കുന്നു. ക്രമക്കേട് നടന്നിട്ടുണ്ട്. അത് ക്ലറിക്കലായാലും അല്ലെങ്കിൽ ബോധപൂർവമുള്ളതായാലും അവിടെ ക്രമക്കേട് നടന്നിട്ടുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പോവുകയും അയോഗ്യതയുള്ള ആളുകൾ അല്ലെങ്കിൽ അവിടെ എത്താൻ യോഗ്യതയില്ലാത്ത ആളുകൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. അത് PSCനെ സംബന്ധിച്ചു. അതുകൊണ്ടാണ് അവിടെ പുനർമൂല്യനിർണ്ണയത്തിന് PSC തീരുമാനിച്ചത്. ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതിൽ പോലും വെള്ളം ചേർക്കാൻ PSC ചെയർമാൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് ഈ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വരുന്നത്. പക്ഷേ PSC അത് ഒരു ഘട്ടത്തിലും ഞങ്ങൾ ഈ PSC SP അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, വിജിലൻസ് SP അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. PSCയുടെ വിജിലൻസ് സംവിധാനം അന്വേഷിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ വിജിലൻസ് ഓഫീസർ എന്ന് പറയുന്നത് PSCയിലെ പരീക്ഷാ കൺട്രോളറാണെന്ന PSCയുടെ വാദം. ഏതായാലും നാളത്തെ യോഗം നിർണായകമാണ്. തുടർന്ന് സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനിടയിൽ എങ്ങനെ ഈ വിഷയത്തിൽ ഇടപെടാമെന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസും നിയമോപദേശം തേടിയിട്ടുണ്ട്. ആ നിയമോപദേശങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. സഹിത അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും PSCയിൽ എന്ത് സംഭവിക്കുന്നു, സർക്കാർ എങ്ങനെ ഇടപെടും എന്ന ചോദ്യമാണ് അറിയാനുള്ളത്. നാളെ PSC യോഗം ചേരുകയാണ്. കൂടുതൽ അന്വേഷണം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ഇതുവരെയുള്ള കണ്ടെത്തൽ സംബന്ധിച്ച ഒരു സമപ്പിലേക്ക് വന്നേക്കാം. പക്ഷേ സർക്കാരും ഗൗരവമായ അന്വേഷണത്തിലേക്കാണ്. ഇന്നലെ മന്ത്രി OJ ജനീഷ് അദ്ദേഹം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു, ഈ വിഷയം മന്ത്രിസഭയുടെ ഗൗരവമായ പരിഗണനയിലുള്ള കാര്യമാണ്. ആ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന കാര്യം കൂടി അദ്ദേഹവും ആവർത്തിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കാമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും PSCയുടെ വിശ്വാസ്യത വീണ്ടെടുക്കണം. അതല്ലെങ്കിൽ PSCക്കെതിരെ ഇപ്പോൾ ഉയർന്നത് വെറും ആക്ഷേപങ്ങൾ മാത്രമാണെന്ന കണ്ടെത്തൽ ഉണ്ടാവണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഏക പ്രതീക്ഷയാണ് സർക്കാർ ജോലി എന്ന പ്രതീക്ഷയ്ക്ക് അവരിന്നും ആശ്രയിക്കുന്ന വിശ്വാസ്യതയോടെ കൂടി കാണുന്നതാണ് PSC എന്ന സംവിധാനം. പരീക്ഷ എഴുതി കാത്തിരിക്കുമ്പോൾ തങ്ങളുടെ ഉത്തരങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്യപ്പെടുന്നുണ്ടെന്നും അത് കൃത്യമായി രേഖപ്പെടുന്നുണ്ടെന്നും വാല്യൂ ചെയ്യുന്നുണ്ടെന്നുള്ള അവരുടെ പ്രതീക്ഷകൾക്ക് കളങ്കമേക്കാൻ പാടില്ല. അതുകൊണ്ട് നിലനിൽക്കേണ്ടത് രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം PSCയുടെ വിശ്വാസ്യത കൂടിയാണ് എന്ന കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് കരുതാം.